കവിത ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് പ്ലൂട്ടോ. ഇപ്പോൾ കാണാം സൈനപ്ലേയിൽ. പുതിയ സിനിമയിലേക്ക് പുതുമുഖ താരങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂ നടത്തുന്നത് ആരാ? ഞാനാ. ഈ സിനിമ പുറത്തിറങ്ങിയ പിന്നെ ഞാൻ ആരാ? എന്താ സംശയം? പുതിയ സിനിമയിൽ നീ തന്നെ നായിക കേട്ടോ. ചക്കര ഉമ്മ. അതെ, പുറത്ത് വരുന്ന ആൾക്കാർ ബഹളം വെക്കേണ്ടത്. ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വിളിക്കാം. സിനിമയിലേക്ക് അഭിനയിക്കാൻ ഒരു വൃത്തികേട് കാണിക്കണ ഞാൻ എന്താണ് നിന്റെ ചെയ്തത്? ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ് വൃത്തികേട് കാണിക്കുന്നത്. നിന്റെ നീ ആരാന്നാണ് നിന്റെ വിചാരം? ഇതെന്തത് കുതിര? ആര്? എന്തോ എപ്പാ? എങ്ങനെ? എവിടുന്ന്? പോടാ അവിടുന്ന്. കൊല്ലുന്നില്ല ഞാൻ. സിനിമയുടെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നതല്ലേ? ഞാൻ അമ്മ പറഞ്ഞു വന്നതാ. സിനിമാ സംഘടന അമ്മ പറഞ്ഞിട്ട് വന്നതാണ്? അതൊന്നല്ല, എന്റെ അമ്മ പറഞ്ഞിട്ട് ഞാനിവിടെ വന്നതാ. ശരി, നിന്റെ അമ്മ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്? ഇവിടെ സിനിമയിൽ ആളെടുക്കണെന്ന് കേട്ടു. സിനിമയിൽ ആളെടുക്കണ്ട്. ആരെടുക്കണ്? ഞാൻ എടുക്കണേ. താനാണ് എടുക്കണ്? അതെ. എന്നെടുത്തോ? ഒരു വെയിറ്റ് ഇല്ലാത്ത ആൾ എടുത്തോ? എടോ, അതല്ല, സിനിമയിലേക്ക് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തെടുക്കണ്ട്. ഉണ്ടല്ലേ? അങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് എന്ത് കഴിവുണ്ട്? കഴിവ് എന്തുണ്ടെന്നാ? പാട്ട് പാടുവേ. പാട്ട് പാടും? ശരി, തന്റെ വീട്ടിലെല്ലാരും പാടും? അച്ഛൻ, അമ്മൂമ്മ, അപ്പൂപ്പൻ ഒക്കെ പാടും. പാരമ്പര്യമായിട്ട് പാട്ടുകാരെ ഞങ്ങള്. എല്ലാരും പാരമ്പര്യമായിട്ട് പാട്ടുകാരാ? ശരി, എവിടെയെങ്കിലും എന്നെ പാടിയിട്ടുണ്ടോ? ഞാൻ ടിവിയിൽ പാടിയിട്ടുണ്ട്. ആണോ? ഏത് പരിപാടി? മീഡിയ സ്റ്റാർ പ്ലെയർ. എടാ, മീഡിയ സ്റ്റാർ പ്ലെയർ അല്ല, മീഡിയ സ്റ്റാർ സിംഗർ. അങ്ങനെയാണോ അത്? ഏത് പാട്ടാ പാടിയേക്കണേ? ഡെവോഷണൽ സോങ് ആണോ? അല്ലല്ല, ഞാൻ ഒരു ഭക്തിഗാനാന്നേ. ആണല്ലേ? ഏത് പാട്ടായിരുന്നു? ഞാൻ നല്ലൊരു പാട്ട് പാടാൻ വേണമെങ്കിൽ. ഓക്കെ, പാടിക്കാം. ഞാൻ കുറെ നാളായി പാടിയിട്ട് തൊണ്ടൊക്കെ ക്ലാവ് പിടിച്ചിരിക്കുക. ധൈര്യമായിട്ട് പാടിക്കും. ഒന്ന് വൃക്കൊന്ന് റെഡി ആക്കട്ടെ. അല്ല, വൃക. ഒരു കാ കൂടി പോയി എന്താന്ന് വെച്ചാ അങ്ങ് പാടും. കന്നിമൂല ഗണപതി ഭഗവാനേ ശരണം, സ്കന്ദനേ സിംഗാരവേലനേ ശരണം, ഹരിഹരാനന്ദ ചിത്തനയ്യപ്പ സ്വാമിയേ ചരണമയ്യപ്പ, മാമലൈ ശബരിയിലെ മണ്ണികണ്ഠൻ സന്നിധാനോ, വാവൊരു ഭക്തர்களுം വണങ്ങിടും സന്നിധാനം അയ്യപ്പ സന്നിധാനോ, സന്നിധാനം അയ്യപ്പ സന്നിധാനോ. സംവിധാനം ഈ അയ്യപ്പൻ സംവിധാനം. എന്റെ അയ്യപ്പൻ സാറേ, എനിക്കൊരു ചാൻസ് തരണം. തീർച്ചയായിട്ടും ചാൻസ് തരാം. എന്താണ് അച്ഛന്റെ പേര്? തങ്കപ്പൻ. അമ്മയുടെ പേര്? തങ്കപ്പി. നിന്റെ പേര്? അപ്പി. കൊച്ചാപ്പി. ശരി, ഈ കൊച്ചാപ്പിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തരും, അതിനനുസരിച്ച് ആക്ട് ചെയ്താൽ മതി. സിറ്റുവേഷൻ സാറ് പറഞ്ഞു തരൂ? ഞാൻ പറഞ്ഞു തരും. ഓക്കെ, നമ്മളോട് പിടിക്കാൻ പോകുന്നത് ഒരു പുരാണ ലവ് സ്റ്റോറിയാണ്. പുരാണം? ദുഷ്യന്തനും ശകുന്തളയും. ആണോ? ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും അന്തഃപുരം. എവിടെ? എടോ, അന്തഃപുരം എന്ന് പറഞ്ഞ സങ്കല്പം. ഇമാജിൻ. സുന്ദരിയായ രാജകുമാരി ഇങ്ങനെ കിടക്കുകയാണ്. ഈ അന്തഃപുരത്തിൽ വലതുവശത്തായി ഒരു അലമാര, ഇടതുവശത്തായി ഒരു മേശ, നടുവിലായി ഒരു കട്ടിൽ. ഈ കട്ടിലിന്റെ മുകളിൽ സുന്ദരിയായ രാജകുമാരി ഇങ്ങനെ കിടക്കും. ഓക്കെ, ഇവിടെ ഞാൻ ഡയലോഗ് പറയും, താൻ അനുസരിച്ച് ആക്ട് ചെയ്താൽ മതി. സാറ് ഡയലോഗ് പറഞ്ഞ് ആക്ട് ചെയ്യണം. ആക്ട് ചെയ്താൽ മതി. കലക്കും ഞാൻ. ഓക്കെ, ഡൺ. ഓക്കെ, ഡൺ. ഡീൽ ഓർ നോ ഡീൽ? നോ ഡീൽ. അല്ല, ഡീൽ. ശകുന്തളെ കടന്നു വരൂ. ശകുന്തളെ കടന്നു വരുതേ സാറ് വിളിക്കണു. എടി മോളെ ശകുന്തളെ, നിന്നാണ് വിളിക്കണത് ഈ സാറ് വിളിക്കണു. ആ പെണ്ണ അവിടെ ചിരിക്കണ്. നിന്നാണ് വിളിക്കണത് ഈ സാറ്. ഇതാരെ വിളിക്കുന്നത്? സാറ് ഇപ്പൊ എന്നെ ശകുന്തളനെ വിളിച്ചില്ലേ? ആ ശകുന്തളനെ ഇങ്ങോട്ട് വിളിക്കാനല്ല പറഞ്ഞത്, ഇത് സങ്കല്പമാണ്, ഇമാജിൻ. സങ്കല്പാണോ? അത് പറയണ്ടേ? എന്നല്ലേ പറഞ്ഞത്. ശകുന്തളെ അവിടെ നിന്നോട്ടെ, ഞാൻ വിളിക്കാം. സങ്കല്പാന്ന് ഇതിങ്ങനെ ആക്കുമ്പോ ചാടി വന്നാൽ മതി. കൊച്ചു കള്ളി അവിടെ ചിരിക്കുക. അവിടെ ഇരുന്നോ, ഞാൻ വിളിക്കാട്ടോ. ശകുന്തളെ കടന്നു വരൂ. ആരെവിടെ? ഇവിടെ നിൽക്കുന്നത് ഞാനാ. എടോ, അതല്ല, ഇതൊരു ഇമാജിൻ. അതായത് താൻ ഈ അന്തഃപുരത്തിലേക്ക് കടന്നു വരുമ്പോ പറഞ്ഞ ഡയലോഗാണിത്. അതായത് ശകുന്തളെ കടന്നു വരും. ആരെവിടെ? അന്തഃപുരത്തിൽ വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ. എന്നാ ഒരു മിനിറ്റ്. എന്ത്? ആരോ വന്നേ നോക്കാൻ പറഞ്ഞു. എടോ, അതല്ല പറഞ്ഞത്, ഇത് ഡയലോഗാണ്. അപ്പൊ തനിക്ക് കാര്യമൊന്നും പറഞ്ഞ് മനസ്സിലായില്ല? മനസ്സിലായില്ല? ഒട്ടും മനസ്സിലായില്ല? അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു താൻ പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞു തന്നല്ലേ? താൻ ഇവിടെ നടന്ന സംഭവങ്ങൾ, ഇപ്പൊ ഞാൻ വിവരിച്ച സംഭവങ്ങൾ താൻ ഇങ്ങോട്ട് പറഞ്ഞു തരണം. പറയൊക്കെ ചെയ്യാൻ ചിലപ്പോ കയ്യൊക്കെ മോന്തേമ കൊള്ളൂട്ടോ. മാറുന്നോട്ടോ അങ്ങോട്ട്. ഇത് സുന്ദരി രാജകുമാരിയുടെ തൃശ്ശൂർ പൂരം. എടോ, തൃശ്ശൂർ പൂരം അല്ല, തിരുവനന്തപുരം. എടോ, തിരുവനന്തപുരം അല്ല, അന്തഃപുരം. അത് തന്നെ. അന്തഃപുരത്തില്
ഡബഡേറ്റൊരു അളമാര പറ്റുമോ നോക്കിയേ. എവിടെ? ഡിപ്പഡേറ്റ് പറ്റുമോ നോക്കിയേ. ഇയാൾ എവിടെ പറഞ്ഞേ? എടോ അലമാര. ആ ഡബഡേറ്റൊരു അളമാര പറ്റുമോ നോക്കണോ. ഇയാൾ എങ്ങോട്ട് നോക്കണ്? എടോ വലതുവശത്താണ് അലമാര. കൈ ഇങ്ങോട്ട് നോക്കണം. അങ്ങോട്ട് ചൂടിന് കണ്ടില്ലേ? ആ അവിടെ അലമാര. അവിടെ അളമാര. ഇനി മേശ മേശ. ഈ പിശാശ് എവിടെ മേശ പറഞ്ഞേ? മേശ എവിടെയാന്ന് അറിയാൻ പാടില്ലേ? ഞാൻ പറയാട്ടോ. ഡിബഡേറ്റൊരു മേശ പറ്റുമോ നോക്കിയേ. എവിടെ? അങ്ങോട്ട് നോക്കൂടോ. ഡബഡേറ്റ് മേശ പറ്റുമോ നോക്ക്. ഇവിടെ വെച്ചിയാൾ നേരത്തെ മേശ. അവിടെയാണ് മേശ. കൈ നോക്കൂടോ. അവിടെ മേശാന്ന്. അവിടെ മേശ. ഇടയിൽ കയറി പറയുന്നു. അല്ല അവിടെ മേശ. അവിടെ മേശ. കട്ടിലെവിടെ? കട്ടിലെവിടെ? ഞാൻ പറയാന്ന്. എനിക്കിങ്ങനെ ഉറക്കം പറഞ്ഞ പേടി പറ്റുന്നു. ഞാൻ ശ്വാസമുട്ടുള്ള കുട്ടിയാണ്. കട്ടില് പറയടാ. ഡിബഡേറ്റൊരു കട്ടില്. എവിടെ? ഡിബഡേറ്റ് കട്ടില്. ആ കറക്റ്റ് ഇവിടെയാണ് കട്ടില്. കട്ടില്. ആ കട്ടിലിന്റെ പുറത്ത്. കട്ടിന്റെ മുകളിൽ ബെഡ്. ബെഡിന്റെ മുകളില് ബെഡ്ഷീറ്റ്. ബെഡ്ഷീറ്റിന്റെ മുകളില് തലോണ. തലേയുടെ മുകളില് മൂട്ട. എടാ മൂട്ടല്ല, സുന്ദരിയായ രാജകുമാരി ചിരിക്കുന്നു. ചിരിക്കുന്നു. കരയുന്നു. കരയുന്നു. കിടന്ന് കറക്റ്റ് കിടന്നുറങ്ങുന്നു. അത് തന്നെ. ഇപ്പൊ കറക്റ്റ് ഇല്ലേ? പിള്ളേച്ചൻ കള്ളം പറയണെന്ന് കരുതും. കൂടെ ഞാനും ഉറങ്ങുന്നു. വൃത്തികെട്ടവനെ, നീ അവിടെ പോയി കിടക്കണം. എടോ രാജകുമാരിക്ക് കൂട്ടെടുക്കാൻ വേറെ ആൾക്കാരില്ലേ? അഭിനയിക്കാൻ വന്നവൻ അഭിനയിച്ചാൽ മതി. ഇവിടെ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അല്ല അവര് കൂട്ടുകെടുക്കാൻ കൂട്ടുകൊടുക്കുന്ന കാര്യം എന്താ? കൂട്ടുകൊടുക്കാൻ വേറെ ആൾക്കാരില്ലേ? താൻ അഭിനയിക്കാൻ വന്നാൽ അഭിനയിച്ചാൽ മതി. മറ്റു കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അല്ല കഴിച്ചുകൊണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. കൈയോട് സംസാരിച്ചത് താൻ ചൂടാവണേ. അല്ല ചൂടായതല്ല, നമ്മള് കാര്യം പറയണ്ടേ? അല്ല അങ്ങനെ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിന്. അല്ല നമ്മള് കണ്ട അല്ല എന്റെ അമ്മ പറഞ്ഞു വിട്ടത് പിടിക്കും. അങ്ങനെ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല അവന്റെ. നമ്മള് ഈ രാജകുമാരി എന്താ പറയുമ്പോ അങ്ങനെ ചെറിയ കാര്യം ചേട്ടിന് ചൂടാവേണ്ട ആവശ്യം എന്താ ഉള്ള? അതല്ല ഞാനീ പറഞ്ഞത് മറ്റേ അവന്റെ ഒരു ശകുന്തുളി കുകുന്തുളി എന്ന് പറഞ്ഞിട്ട് ചൂടാവേണ്ട ആവശ്യം എന്തല്ല? അല്ല നമ്മുടെ രാജകുമാരൻ അന്തപുരം. അവന്റെ അന്തപുരം അവന്റെ ശകുന്തുളി കുകുന്തുളി ശകുന്തളയുടെ കാര്യം കഴിച്ചോണ്ട് സംസാരിക്കണ. കഴിച്ചോണ്ട് സംസാരിക്കണം. അല്ല നമ്മുടെ രാജകുമാരൻ അന്തപുരം. നിന്റെ കൈ എന്റെ കണ്ണെ കൊണ്ടു. ഓഫീസിലുള്ള പൈസ മറ്റാള് തരൂടാ. പിത്തള മൊയറ. അവന്റെ കോട്ടമയറ് വെച്ച് വന്നോക്ക. ഞാൻ എന്ത് തെറ്റാ ചെയ്തടാ? തുപ്പിട്ടോ വെറുതെ ആവശ്യമില്ലാണ്ട് കഴിച്ചുകൊണ്ട് സംസാരിച്ചേ. ഈ മരോട്ടി ചാലി ശകുന്തള റൊട്ടിനടിച്ചെങ്കിലേ ഞാൻ അപ്പുറത്ത് പോയി എടുക്കൂട്ടോ. ശകുന്തള കടന്നു വരും. ഇപ്പൊ ഒരു ഇവന്റെ മാമന്റെ മോള് വിളിക്കുന്ന പോലെ വിളിക്കണ്. ആമ്പിള്ളേര് കിട്ടുന്ന അടി വെച്ചിരുന്നു നിനക്ക് ഞാൻ. അല്ല കേട്ടാ അങ്ങനെ സംസാരിക്കല്ലേ. ശകുന്തള കടന്നു വരും. ശകുന്തളെ വെറുതെ പറഞ്ഞേട്ടാ. മറ്റേ ബ്ലൂടൂത്തിന്റെ ആളാ. സെൻഡിങ് മൊബൈൽ സെൻഡിങ്ങിന്റെ ആളാട്ടാ. മോളെ വരണ്ട. ശകുന്തള ആവശ്യമില്ലാണ്ടാണ് കഴിച്ചു സംസാരിച്ച. അല്ല ശകുന്തളെ കടന്നു വരൂ. ആരെവിടെ? എന്റെ അപ്പൻ. ആഹാ അപ്പനെ വിളിക്കണം. എന്റെ സാറേ, സാറൊരു അടി തന്നപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നു. എന്ത്? എനിക്ക് സാറിനെ നല്ല കണ്ടുപരിചയുണ്ട്. കണ്ടുപരിചയുണ്ട്. നിന്റെ വീട് എവിടെയാ? തൃശ്ശൂര്. തൃശ്ശൂർ എവിടെ? ഒളരിക്കര. ഒളേരിക്കര. ഈ കഴിഞ്ഞ ആഴ്ച ഒളേരിക്കരയിൽ വന്നായിരുന്നു. ആ പള്ളിയുടെ അടുത്ത്. പള്ളിയുടെ അടുത്ത് കുരിയൊക്കെ തൊട്ടിട്ട്. അത് തന്നെ. നല്ല കണ്ടുപരിചയുണ്ടെന്നേ. ഈ പള്ളിയുടെ തൊട്ട് ബാക്കിൽ നാടകണി രമണി ചേച്ചി താമസിക്കുന്നില്ലേ? ഈ രമണി ചേച്ചിയുടെ മൂത്ത മോളെ അനിതനെ പെണ്ണുകാണാൻ വന്നത് ഞാനാണ്. എന്റെ ദൈവമേ, എന്റെ വീടിന്റെ അടുത്ത് തൊട്ട വീടിന്റെ അടുത്ത് പെണ്ണുള്ളത് സാറാണ്. എന്റെ സാറേ, ഇത്ര നേരം നമ്മൾ പരിചയപ്പെട്ട നിലയ്ക്ക് ഒരു കാര്യം പറയാം. ആ ബന്ധം ശരിയാവൂല. അന്തസ്സുള്ള ഫാമിലിയെ കുറിച്ച് കുറ്റം പറയല്ലേ സാറേ. ആ ഫാമിലി ശരിയല്ലേ സാറേ? ഒന്നാം തരം ഫാമിലിയെ കുറിച്ച് ഇല്ലാത്തത് പറയരുത് സാറേ. പെൺപിള്ളേര് ശരിയല്ലെന്ന്. എടോ ഈ രമണ ചേച്ചിയുടെ മൂത്ത മോൾ അനിത ഉണ്ടല്ലോ, മലബാർ ഗോൾഡാ. മനസ്സിലായില്ലേ? ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി. രണ്ടാമത്തെ മോളുണ്ടല്ലോ അഞ്ജലി, ആലുക്കാസ് ജ്വല്ലറിയാ. മനസ്സിലായില്ലേ? എന്നും ഒരു പണത്തൂക്കം മുൻപിൽ. അങ്ങനെയാണെങ്കിൽ ഒരു അമ്മ രമണി ഉണ്ടല്ലോ, അറ്റ്ലസ് ജ്വല്ലറിയാ. മനസ്സിലായില്ലേ? ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. പോടാ അവിടുന്ന്.